ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ലാബ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ആപ്പിൾ മിഠായിയാണ്. കാണാൻ ശരിക്കും ഒറിജിനൽ ആപ്പിൾ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ആപ്പിൾ മിഠായി അല്ലെങ്കിൽ ആപ്പിൾ സ്വീറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോണതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം. ഈ ഒരു ആപ്പിൾ മിഠായി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. ഈ പഞ്ചസാരയിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളൂ കേട്ടോ. ചെറിയൊരു ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു സ്റ്റിക്കിയായിട്ടൊരു നൂൽ പരുവായിട്ട് ഇങ്ങനെ വരണ കാണാൻ പറ്റും. കുറച്ച് നേരം ഫ്ലെയിം തട്ടുമ്പോഴേക്കും അങ്ങനെയാവും. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിൽ ഇതുപോലെ 1 സ്പൂൺ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ആപ്പിളിന് ഒരു ചെറിയൊരു മഞ്ഞ കളറും റെഡിഷ് കളറൊക്കെ കൂടിയിട്ടല്ലേ, അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമുക്ക് 1/4 കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. കുറച്ചേശായിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണേ, എന്നാലാണ് നന്നായിട്ടൊന്ന് മിക്സായിട്ട് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഇതൊന്ന് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓവർ കുക്ക്ഡ് ആവാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത് ഒത്തിരി ഹാർഡായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടിയൊക്കെ എടുക്കുമ്പോഴും കഴിക്കുമ്പോഴും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഓവർ കുക്ക്ഡ് ആവരുത്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, നല്ലൊരു തിക്ക് ബാറ്ററായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനിയിപ്പോൾ ഒത്തിരി തണുത്ത് പോണതിന് മുമ്പ്, എന്നാൽ ഒരുപാട് ചൂട് ആവരുത്, നമുക്ക് കയ്യിൽ ഉരുട്ടി എടുക്കേണ്ടതില്ല ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് തണുത്തും പോവരുത്, എന്നാൽ ഒത്തിരി ചൂടും ആവാത്ത ആ ഒരു ടൈമിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ ഞാൻ തേച്ചിട്ടുണ്ട്, കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാനാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഉരുട്ടി എടുക്കാം. അപ്പോൾ ആപ്പിളിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് റൗണ്ടിൽ ഉരുട്ടി എടുത്തിട്ട് ഒരു വിരൽ വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് മുകളിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഒരു കുഴി പോലെ വന്നിട്ടുണ്ട്, ആപ്പിളിൻ്റെ ആ മുകൾ ഭാഗം പോലെ തന്നെയായില്ലേ. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെ ഇതൊരു ആർട്ടാണ് കേട്ടോ, കുക്കിംഗ് ആർട്ടും കൂടിയാണ്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിന് നമുക്കൊരു തണ്ട് വെക്കണ്ടേ, മുകളിൽ ഇങ്ങനെ ആപ്പിളിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു തണ്ട് പോലെ നിൽക്കില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്രാമ്പൂ ആണ്. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഗ്രാമ്പൂ വെച്ചിട്ടാണ് ആ ഒരു ആപ്പിളിൻ്റെ മുകളിൽ ആ ഒരു ചെറിയ തണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം ഏകദേശം ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റെഡ് കളർ കൊടുക്കണം. അപ്പം ഞാനൊരു ബ്രഷ് വെച്ചിട്ട് റെഡ് കളർ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ചെറിയൊരു കഴിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് ചെയ്തെടുക്കാനുള്ളൂ, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം, കാണാനും നല്ല രസമുണ്ടാവും. ഇപ്പം കണ്ടോ, നല്ല ഭംഗിയിൽ ഞാൻ 2 ആപ്പിൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും അതുപോലെ തന്നെയില്ലേ കാണാനായിട്ട്. ഇപ്പോൾ ഒരു ഇലയുടെ കുറവില്ലേ നമുക്കിതിൽ. അപ്പം ഞാനിതുപോലെ ഒരു ഇല വെച്ച് കൊടുക്കുകയാണ്. എന്ത് ഇല വേണമെങ്കിലും വെച്ച് കൊടുക്കാം, പുതിനയോ തുളസിയിലോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഞാനിതുപോലെ പുതിനയും അതുപോലെ തുളസിയുടെയൊക്കെ ഇല വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആപ്പിളല്ല എന്ന് ആരെങ്കിലും പറയുമോ, നല്ല ഒറിജിനൽ ആപ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല മിൽക്കിൻ്റെ ടേസ്റ്റുള്ള ഒരു അടിപൊളി മിഠായി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും, എല്ലാവരും ആപ്പിളാന്ന് വിചാരിച്ചെടുത്ത് കഴിക്കുകയും ചെയ്യും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, അധികം സമയമൊന്നും വേണ്ടല്ലോ, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ കമൻസ്, ഈ ഒരു മിഠായി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.